മുകേഷിന്റെ കൊല്ലത്തെ വീടിനും പോലീസ് സംരക്ഷണം. 2 ജീപ്പ് പോലീസ് വീടിന് സമീപം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണോ ഇത്രയും വലിയ സുരക്ഷ? പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സാധാരണ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ചോദിക്കാറുള്ളത് എവിടെ കൊല്ലത്തിൻ്റെ MLA എവിടെ എന്നുള്ള ചോദ്യം സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ ഉയരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിന്നക്കട ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ്. യുവമോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അവർ മുകേഷിൻ്റെ ചിത്രവും വെച്ച് കയ്യിൽ കോഴികളെയും വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് അരങ്ങേറുകയാണ്. പക്ഷേ മുകേഷ് MLA കൊല്ലത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. എറണാകുളത്താണ് എന്നാണ് MLA ഓഫീസിൽ നിന്നും മറ്റുള്ള പ്രതിനിധികളുമൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഫോണിൽ ബെല്ല് അടിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. മാത്രമല്ല സമാനതകളില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കൊല്ലത്തെ CPM പോകുന്നത്. കാര്യം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതിനുശേഷം ഏതാണ്ട് 2 വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കാലാവധി. ആ സമയത്തിനുള്ളിൽ ഒരു രാജിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിവാദത്തിൻ്റെ പേരിൽ ഒരു രാജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് CPM നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയത്. MLA യുടെ രാജി എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ഈ തരത്തിലുള്ള വിവാദങ്ങൾ നിരന്തരമായ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. പാർട്ടിയിലെ വനിതാ പ്രതിനിധികളടക്കമുള്ള ആൾക്കാർ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. എന്നാൽ പരസ്യമായ ഒരു വിമർശനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം സംസ്ഥാന നേതൃത്വം MLA സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ നേതൃത്വം പരസ്യമായി ഒരു പരസ്യ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കോ പോകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.